ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വെള്ളിയാങ്കുടിയിൽ കൺവെൻഷൻ നടക്കും. വികലമായ നിയമങ്ങളും ചട്ടങ്ങളും ഉപാധികളില്ലാതെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് വെള്ളിയാങ്കുടി കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ മലയോര കർഷകരെയും സംരംഭകരെയും രണ്ടാം തരം പൗരന്മാരാക്കിക്കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന വികലമായ നിയമങ്ങളും ചട്ടങ്ങളും ഉപാധികളില്ലാതെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4-ന് വെള്ളിയാങ്കുടി കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ നടത്തും. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കെട്ടിട ഉടമകളെയും വസ്തു ഉടമകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൺവെൻഷൻ. അസോസിയേഷൻ പ്രസിഡന്റ് സിബി കൊല്ലംകുടി അധ്യക്ഷത വഹിക്കും. അതിജീവന പോരാട്ടവേദി ജില്ലാ ചെയർമാൻ റസാഖ് ചൂരവേലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിയമവിദഗ്ധരായ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്, അഡ്വക്കേറ്റ് ഷാജി കുര്യൻ, കുടവനപ്പാട്ട്, അഡ്വക്കേറ്റ് ജോമോൻ കെ ചാക്കോ, മാധ്യമപ്രവർത്തകൻ കെ എസ് ഫ്രാൻസിസ് എന്നിവർ സംസാരിക്കും. 9-ാം തീയതി വൈകിട്ട് 4 മണിക്ക് വെള്ളയാങ്കുടിയിലുള്ള കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു വിപുലമായ ഒരു കൺവെൻഷൻ, ഇവിടുത്തെ എല്ലാ കെട്ടിട ഉടമകളുടെയും എല്ലാ ഭൂ ഉടമകളുടെയും ഒരു വിപുലമായ കൺവെൻഷൻ നടത്തി ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ആളുകളിലേക്ക് സൃഷ്ടിക്കുന്നതിനും അവരെല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് വിപുലമായ ഒരു സമരപരിപാടി ആവിഷ്കരിക്കുന്നതിനും ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഈ കെട്ടിടങ്ങളൊക്കെ ഗവൺമെന്റിന്റെ എല്ലാവിധ നിയമങ്ങളും അനുമതികളും ഫീസും അടച്ച് പഞ്ചായത്ത് നികുതിയും മുനിസിപ്പൽ നികുതിയും വില്ലേജ് കരവും റവന്യൂ കരവും ലേബർ സെസ്സും എല്ലാം അടച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങളുടെ മേൽ ഇനിയും ഒരു അമിത പിഴച്ചുങ്കം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് തീർത്തും ഈ മൗലിക അവകാശത്തെ ലംഘിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ. കേരള നിയമസഭ 2023 പാസാക്കിയ ഭൂനിയമവും 2025 ഓഗസ്റ്റ് മാസം പുറത്തിറക്കിയ ചട്ടങ്ങളും പ്രകാരം ഇടുക്കി ജില്ലയിലെ ചെറുതും വലുതുമായ എല്ലാ വാണിജ്യ നിർമ്മിതികൾക്കും കെട്ടിടമില്ലാത്ത വാണിജ്യ പ്രാധാന്യമുള്ള ഭൂമിക്കും ക്രമവൽക്കരണം എന്ന ഓമനപ്പേരിൽ ഭീമമായ തുക പിഴ ചുങ്കം ചുമത്തിയിരിക്കുകയാണ്. പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതൊന്നും വല്ലാതെ ഹൈറേഞ്ചിലെ ജനങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത് ശക്തമായ പ്രതിഷേധം ഉണ്ടായേ പറ്റുള്ളൂ. എന്ത് പ്രതിഷേധം ഉണ്ടായാലും 100% ഒന്നും ഇത് മാറ്റിക്കിട്ടുന്നില്ല. എന്നാൽ ഈ ചട്ടങ്ങൾ മുഴുവൻ പിൻവലിച്ചില്ലെങ്കിൽ ഹൈറേഞ്ചിലെ മുഴുവൻ കുടിയേറ്റത്തിനും അതുപോലെ കച്ചവടക്കാരനും കൃഷിക്കാരനും അല്ലാത്ത എല്ലാ ആളുകളെയും ബാധിച്ചു. 2019 മുതൽ തുടരുന്ന നിർമ്മാണ നിരോധന ഉത്തരവ് ഇതുവരെയും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. കട്ടപ്പന നഗരത്തിലെ താരിഫ് വില സെന്റിന് 2 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ്. താരിഫ് വില അടിസ്ഥാനിക്കുള്ള പിഴച്ചുങ്കം ചെറിയ കെട്ടിടങ്ങൾക്ക് പോലും ലക്ഷങ്ങളുടെ ബാധ്യത വരുത്തിവെക്കും. കട്ടപ്പന ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിബി കൊല്ലംകുടി, ട്രഷറർ സേവ്യർ ജോസഫ്, കെ പി ഹസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.